സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 6-4 എന്ന സ്കോറിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തോപ്പിച്ച് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് കേട്ടോ. ഒന്നും പറയാനുള്ള ഒരു ടെന്നീസ് മാച്ച് കണ്ട എഫക്റ്റായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 4 ഗോള് ഇംഗ്ലണ്ട് അടിച്ച് 4-0 ലീഡ് ചെയ്ത്. സെക്കൻഡ് ഹാഫിൽ എംബാപ്പയും ഫ്രാൻസും ശക്തമായ ഇൻറ്റൻസിറ്റി, ഹെവി ഇൻറ്റൻസിറ്റി ആയിട്ട് തിരിച്ചു വന്ന് തിരിച്ചടിക്കുന്നു. അവസാനം എന്താ പറയുക, 6-4 എന്ന രീതിയിൽ ഫിനിഷ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് ഇംഗ്ലണ്ട് അസാധ്യ പ്ലേ ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസ് പിക്ചറിലെ ഇല്ലായിരുന്നു ഫസ്റ്റ് ഹാഫ്. അമ്മാതിരി കളി, ഭയങ്കര ഡിഫൻസീവ് പിഴവുകൾ ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്നും, അതുപോലെ ഹെവി ഇൻറ്റൻസിറ്റി ഇട്ട് അറ്റാക്കിങ്ങും, അതുപോലെ എന്താ പറയുക സാക്കയുടെ ഹാട്രിക്കും, റൈസ് ഒരു ഗോള്, കോൺസെ ഒരു ഗോള്, ബെല്ലിങ്ങാം ഒരു ഗോള്, അതിൽ റൈസിൻ്റെയാണ് ഓപ്പണിംഗ് ഗോള്. അവിടെ തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ എംബാപ്പയുടെ ഡബിൾ, എംബാപ്പ 2 അടിക്കുന്നു. അതോടെ ഗോൾഡൻ ബൂട്ടിന് ടോപ്പ് സ്കോറായി 10 ഗോളായിട്ട് നിൽക്കുന്നു. അത് വർക്കോള ഒരു ഗോള്, ഡെമ്പലെ ഒരു ഗോള്, ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ടെന്നീസ് മാച്ച് അവസാനം സെറ്റും ഗെയിമും എല്ലാം കൂടെ ഇംഗ്ലണ്ട് അടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു സാധനം കേട്ടോ. ഈ ഇൻറ്റൻസിറ്റി ഇംഗ്ലണ്ട് അർജൻറ്റീനയായിട്ട് കളിച്ച കളിയിൽ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പം അർജൻറ്റീനയുടെ അവസ്ഥ മറ്റൊന്നായാണ്. കാരണം 1-0 അപ്പായിരുന്ന സമയത്ത് ഇതേ ഇൻറ്റൻസിറ്റി ആയിട്ട് ഇംഗ്ലണ്ട് കളിച്ചിരുന്നെങ്കിൽ ഒരു 3-0 വരെ പോകാമായിരുന്നു. തിരിച്ച് ഇംഗ്ലണ്ടുമായിട്ട് അർജൻറ്റീനക്ക് അടുത്ത് തന്നെ തിരിച്ച് കയറി വരാൻ. എന്തായാലും ആ കളി കഴിഞ്ഞത് അവിടെ പോട്ടെ. ഇവിടെ എന്തായാലും നല്ല ഒരു എന്താ പറയുക, അതിമനോഹരമായ ഒരു ഫൈനലിന് മുമ്പ് അതിമനോഹരമായ ലൂസേഴ്സ് ഫൈനൽ തന്നെയാണ് ഇംഗ്ലണ്ടും എന്താ പറയുക നമ്മുടെ ഫ്രാൻസും കാഴ്ചവെച്ചത്. ഒന്നും പറയില്ല. തുച്ഛൽ ആദ്യമേ കഴിഞ്ഞ കളിയുടെ ഭാഗത്ത് പറ്റിയ പാളിച്ച് എല്ലാം കൂടെ മാറ്റാൻ വേണ്ടി ആദ്യമേ ഹൈ ഇൻറ്റൻസിറ്റിയിലാണ്, അഗ്രസീവായിട്ട് ഹൈ പ്രസ്സിങ്ങും ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് കളിച്ചു തുടങ്ങിയത്. ഒന്നും പറയാനില്ല, കിടക്കാച്ചി കളി തന്നെയായിരുന്നു. എന്തായാലും ഫൈനലിൻ്റെ വിശേഷമായിട്ട് അടുത്ത മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.